This video is sponsored by EduQuest. The struggle to find courses that truly speak your language, it's finally over. Welcome to EduQuest, where learning is made just for you. At EduQuest, we bring you a wide range of online courses, from career building programs to skill boosting masterclasses, all in your regional language. Because we believe language should never be a barrier to success. Our courses are tailor made after understanding what today's learners really need. So why wait? Start learning the smarter, simpler way only with EduQuest. Visit eduquest.courses and explore your next course today. And hey, don't miss out on our exciting offers and promotions. ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത് നമ്മുടെ ഹോട്ടൽ സ്റ്റൈലിലുള്ള നല്ല ക്രിസ്പി ആയിട്ടുള്ള ചിക്കൻ 65ൻ്റെ റെസിപ്പി ആയിട്ടാണ്. 65 നമ്മൾ ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാമായിരിക്കും റെസിപ്പി, പക്ഷേ ഇത് ഹോട്ടൽ സ്റ്റൈലിൽ എങ്ങനെ നല്ല കറുമുറാന്നുണ്ടാവില്ലേ. ഇതിൻ്റെ സീക്രട്ട് ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് ഇത് കോൺഫ്ലവർ ആണ് കേട്ടോ. ഇതാണ് ഹോട്ടലിലൊക്കെ നല്ല ക്രിസ്പി ആയിട്ടിരിക്കാനും ചേർക്കുന്നത്. ഞാനതിൽ 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ചേർത്തിട്ടുണ്ട്, 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ ചിക്കൻ മസാല, പിന്നെ നമ്മൾ ചേർക്കുന്നത് 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയാണ്. പിന്നെ നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ ഞാൻ ഇടുന്നത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 2 സ്പൂൺ തൈര് ചേർത്ത് നല്ലതായിട്ട് മിക്സ് ചെയ്താണ്. ഇനി നമ്മളതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സാക്കി ഒരു അരപ്പ് പോലെ ആക്കി വെച്ചിട്ടുണ്ട്. ഇതിനകത്ത് അധികം വെള്ളം ചേർക്കണ്ട, അതുകൊണ്ടാണ് ഞാൻ തൈര് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്തത്. അധികം വെള്ളം ആക്കണ്ട, ഈ പരുവത്തിന് മതി. ഇനി നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ അതിനകത്തോട്ടിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നമ്മൾ 1 മണിക്കൂറെങ്കിലും മാഗ്നേറ്റ് ചെയ്ത് ഫ്രിഡ്ജിൽ വെക്കുന്നതായിരിക്കും നല്ലത്. നമ്മൾ ഒരു മണിക്കൂർ ശേഷം നമുക്കതെടുത്ത് പൊരിക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ 1 മണിക്കൂറിന് ശേഷം ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നല്ല ചൂടായ എണ്ണയിലോട്ട് പൊരിച്ചെടുക്കാം. ഇനി അടുത്ത സെക്കൻഡ് ടിപ്പ് നമുക്ക് നോക്കാം. നല്ല ഹൈ ഫ്ലെയിമിലായിരിക്കണം നമ്മൾ ഈ ചിക്കൻ ഇടുമ്പോഴത്തേക്ക്. ഇതുപോലെ നല്ല ബബിൾസ് വന്നിട്ട് നല്ല ഹൈ ഫ്ലെയിമിലായിരിക്കണം. അപ്പോഴാണ് നമ്മുടെ ആ ചിക്കനിൽ ആ ക്രിസ്പിനെസ് കിട്ടുക, ആ മസാല എണ്ണയ്ക്കകത്ത് പോകാതിരിക്കുകയും ചെയ്യും. ഓൾമോസ്റ്റ് ചിക്കൻ അതിലിട്ടതിന് ശേഷം നമുക്ക് ഫ്ലെയിം വന്നിട്ട് മീഡിയത്തിലോട്ട് വെച്ച് കൊടുക്കാം. അങ്ങനെ ഹൈ ഫ്ലെയിമിൽ മീഡിയം ഫ്ലെയിം അങ്ങനെ കണ്ടാൽ മനസ്സിലാവും മസാലയൊന്നും നമ്മുടെ എണ്ണയ്ക്കകത്ത് പോയിട്ടില്ല. അങ്ങനെ നമ്മുടെ ക്രിസ്പി ആയിട്ടുള്ള ചിക്കൻ 65 റെഡി ആയിട്ടുണ്ട് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് കൊണ്ടാണ് നമ്മളിത് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ നല്ല റെസിപ്പി ആയിട്ട് ഞാൻ വരാം. ബൈ.